വണ്ടിപ്പെരിയാറിൽ വയോധികയുടെ വായിൽ തുണി തിരുകി സ്വർണവും പണവും അപഹരിച്ച കേസിൽ കൊച്ചുമകൻ പിടിയിൽ. ഇതോടൊപ്പം 16 വയസ്സ് പ്രായമുള്ള മറ്റൊരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ വണ്ടിപ്പെരിയാർ പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ചൊവ്വാഴ്ച വെളുപ്പിനെ 2 മണിയോട് കൂടിയാണ് വണ്ടിപ്പെരിയാർ മൗണ്ട് കുഴിവേലിയിൽ വീട്ടിൽ പാൽത്തങ്കം എന്ന വയോധികയുടെ വീട്ടിൽ 2 പേർ അതിക്രമിച്ചു കയറി മുഖം മൂടുകയും ഒപ്പം വായിൽ തുണി തിരുകി കഴുത്തിൽ കിടന്നിരുന്ന മാലയും കമ്മലും തലയണക്കടിയിലുണ്ടായിരുന്ന പണവും അപഹരിക്കുകയും ചെയ്തിരുന്നത്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു. ഇതിലാണ് വയോധികയുടെ കൊച്ചുമകൻ കിഷോർ 19, ഇതുകൂടാതെ 16 വയസ്സ് മാത്രമുള്ള മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുക്കുന്നത്. അടിവസ്ത്രത്തിനുള്ളിൽ സ്വർണവും പണവും ഒളിപ്പിച്ച നിലയിലാണ് പോലീസ് കണ്ടെടുത്തത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവസ്ഥലത്ത് തെളിവെടുപ്പിന് എത്തിച്ചു. ഇരുവരും ചേർന്ന് രാത്രിയിൽ വീടിന് പരിസരത്തുള്ള പറമ്പിൽ ഒളിച്ചിരിക്കുകയും 2 മണിയോടുകൂടി വീടിന് പുറകുവശത്തെ വാതിൽ പൊളിച്ച് അകത്ത് കയറുകയും ചെയ്തു. തുടർന്നാണ് കൃത്യം നടത്തിയതെന്ന് പോലീസിൽ കിഷോർ മൊഴി നൽകിയിട്ടുമുണ്ട്. 16 വയസ്സുള്ള മറ്റൊരു പ്രതിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കാൻ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയും കോടതിയിൽ നിന്ന് നോട്ടീസ് വരുന്ന മുറയ്ക്ക് 16-കാരനെ കൂടി കോടതിയിൽ ഹാജരാക്കും. അച്ഛനും അമ്മയും വേർപിരിഞ്ഞ ശേഷം കഴിഞ്ഞ 15 വർഷക്കാലമായി അമ്മയോടൊപ്പമാണ് കിഷോർ താമസിച്ചു വന്നിരുന്നത്. കിഷോറിന്റെ പേരിൽ മുൻപും കുടുംബാംഗങ്ങൾ തന്നെ കുമളി, വണ്ടിപ്പെരിയാർ, വാഗമൺ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ പരാതികൾ നൽകിയിട്ടുമുണ്ട്. ഒത്തിരി സമയമായി 3 മണിയായപ്പോൾ ഞാനൊന്ന് കണ്ണടച്ചുറങ്ങിപ്പോയി. ആ സമയം 2 പേര് ഞാൻ കണ്ണടച്ച് അങ്ങനെ കിടക്കുന്ന സമയത്തിൽ എൻ്റെ കമ്പിളി വന്ന് പിടിച്ചു മാറ്റുമ്പോൾ ഞാൻ ചാടി ഇങ്ങനെ നോക്കുമായിരുന്നു. നോക്കിയപ്പോൾ 2 പേര് നിൽക്കുന്നു എൻ്റെ മുന്നിൽ. കാലിൽ ഒരാൾ, തലക്ക് ഭാഗത്തിൽ ഒരാൾ. പക്ഷേ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിട്ട് 2 പേരെടുത്ത് തൊഴുതിട്ട് കുരിശ് കൈ കിടന്ന് ഈ കുരിശിങ്ങനെ എടുത്ത് കാണിച്ചു. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അന്നേരത്തേന് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ണ് കെട്ടി, അപ്പോഴൊക്കെ കണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് വായിക്ക് വെച്ച് തുണി കുത്തി കയറ്റി മിണ്ടിപ്പോകരുത്. എനിക്ക് പിന്നെ ഒന്നും അറിഞ്ഞൂടതാരേ. വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടി തെളിവെടുപ്പിന് എത്തിച്ചത്. പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.